എൻ്റെ ഇത് നോക്കുക, ഒരു വീടത്, ആ തൊട്ടടുത്തൊരു വീട് നോക്കിയേ. എൻ്റെ ദൈവമേ, തുറക്കുന്നില്ലല്ലോ. ഹലോ, എല്ലാം ഡോറും തുറന്നെടുത്തേക്കോ. നോക്കിയേ, ഒരു വീടിൻ്റെ അവസ്ഥ അപ്പാടെ ഇട്ടിട്ട് പോയതാട്ടോ. അങ്ങനെ തന്നെ എല്ലാ സാധനവും, എല്ലാ സംവിധാനവും, സൗകര്യങ്ങളും എല്ലാം ഉള്ള വീടുകളും സ്ഥലങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായിട്ട് ആണ് ആൾക്കാർ ഇവിടെ ഇട്ടിട്ട് പോയത്. കണ്ടോ, മാറാതെ പിടിച്ച എന്താ ദൈവമേ, ഇത്രയും സുഖ സൗകര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഇവിടുന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകാൻ കാരണം എന്താ പറയുക, അങ്ങനത്തെ ഒരു മനുഷ്യ ശക്തി ഈ പ്രദേശത്ത് ബുദ്ധിമുട്ട് ഇവരൊക്കെ തന്നെ ബുദ്ധിമുട്ടിച്ച്, അതുകൊണ്ടാണ് ഇവരൊക്കെ ഒഴിഞ്ഞു പോയത്. ഇത് കണ്ടോ. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. വൈറ്റ് ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്, അതായത് ഒരു മലേൻ്റെ മേലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അങ്ങോട്ട് പോകുന്ന ഒരു റോഡിലാണ്. റോഡല്ല, ചെറിയൊരു വഴി. ഇവിടെ വരാൻ കാരണം ഒരു ഗ്രാമം, ഈ മലയ്ക്ക് മേലെ ചെറിയൊരു ഗ്രാമമുണ്ട്. അതായത് ഒരു 5-6 വീടുകളുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇപ്പം ആൾതാമസമല്ല. കുറച്ച് വർഷങ്ങളായിട്ട്, 3 വർഷങ്ങളായിട്ട് ഇപ്പോൾ ആൾതാമസമല്ല. കാരണം അകാരണമായിട്ട് ആൾക്കാർ മരണപ്പെടുക, കുഞ്ഞുങ്ങളടക്കം മരണപ്പെടുക. അവർ തന്നെ ഓരോരുത്തർക്കും അസുഖം വരിക, ഓരോ നൈറ്റിലും രാത്രികളിലൊക്കെ ഓരോന്ന് കണ്ട് പേടിക്കുക. അപ്പോൾ അങ്ങനെ ഏറ്റവും ടോപ്പിലുള്ള വീടുകൾ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ കയറി പോകുന്ന വഴിക്ക് 1-2 വീട് ഇവിടെ ഉണ്ട്. പക്ഷേ മേലോട്ട് ചെല്ലുന്തോറും വീടുകളൊക്കെ വളരെ കുറവാണ്. ആൾക്കാരുണ്ട്, പക്ഷേ വീടുണ്ട്, പക്ഷേ ആൾക്കാരില്ല. അങ്ങനത്തെ ഒരു 5-6 വീടുകളാണ്. അപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് ഞാൻ മുന്നേ പോണത്. കഴിയുന്നതും എല്ലാ വീടുകളും കാണിക്കാമെന്ന്. അങ്ങനത്തെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒറിജിനലായിട്ട് നടക്കുന്ന സംഭവമാണിത്, ഫേക്കല്ല. എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ആ സബ്സ്ക്രൈബറിന് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലൊക്കേഷനിലാണ്, അപകടം പിടിച്ചൊരു ലൊക്കേഷനിലാണ് ഞാൻ വന്ന് പോകാൻ പോകുന്നത്. അങ്ങനത്തെ ആ വീടുകൾ അകാരണമായിട്ട് മനുഷ്യന്മാർ മരിച്ചു പോകുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢത തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് പേടി തന്നെ ഉണ്ട് സംഭവം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ധൈര്യം സംഭരിച്ചപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഈ വഴി ഞാൻ കാണിച്ചു തരാം. നമ്മൾ കല്ലിട്ട വഴികളാണ്. അപ്പോൾ കല്ലിട്ട വഴിയിൽ ഇവിടെയൊക്കെ പുല്ല് ക്ലീനാണ്, ഞാൻ കാണിച്ചു തരാം. പക്ഷെ മേലേക്ക് തെളിഞ്ഞോറും കാടാണ്, ആരും നടന്നു പോകുക, ആ ഭാഗത്തേക്കൊന്നും ആരും പോവില്ല, പകൽ പോലും. അത്രയ്ക്ക് നിഗൂഢത നിറഞ്ഞ പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതുണ്ടോ, അതായത് ഇവിടം വരെ ലാസ്റ്റ് കല്ലിട്ട് ഉണ്ടോ, നല്ല ക്ലീനാണിത്, കണ്ടാൽ അറിയാം. ഓവറായിട്ട് പുല്ലില്ല. പക്ഷേ ഇവിടുന്ന് മേലോട്ട് കണ്ടോ പുല്ലാണ്. കാരണം ഇവിടുന്ന് മേലോട്ടാണ് അവിടെ ഒരു വീട് കാണിച്ചു തരാം. ഒരു വീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, അവിടെ ആയിട്ടൊരു വീട് കാണാം. ഇതുണ്ടോ, ഈ ഒരു വീട് കണ്ടോ. എൻ്റെ അമ്മേ, ഇവർക്ക് മലക്ക് മേലാണിത്. ഉണ്ടോ, ഇത്ര നോക്കിയേ, കണ്ടാൽ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലം. എൻ്റെ ദൈവമേ, ഇതുണ്ടോ വഴിയാണിത്. പക്ഷേ കല്ലിട്ടിട്ടുണ്ട്, പക്ഷേ പുല്ല് നിറഞ്ഞു പോയത് ആൾക്കാർ പോകാനായിട്ട്. അപ്പോൾ ടോർച്ച് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ അപ്പുറത്തൊരു വീട് കാണുന്നുണ്ട്. അത് കണ്ടോ, അവിടേക്കൊരു ലൈറ്റുള്ള വീടുണ്ട്. പക്ഷേ ഈ ഭാഗത്തേക്ക് 2-3 വീടുണ്ട്. ഏറ്റവും ടോപ്പിൽ 2 വീടുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്. അങ്ങനെ 6-5 വീടുണ്ട്. ആടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. അത്രയും ദുരൂഹത നിറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. എന്താ പറയുക, ഇതുണ്ടോ, തെങ്ങി നിറഞ്ഞ കാടെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശം നോക്കി എവിടെയെങ്കിലും ലൈറ്റ് കാണുന്നുണ്ടോ നോക്കി. കണ്ടോ, ഞാൻ എന്താ പറയുക, എല്ലാവരും പറയും ഫേക്കാണ്. ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്, അബാൻഡനായിട്ടുള്ള സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു പേടിപ്പെടുന്ന ഒരു ഇത് മനസ്സിലാവും നമുക്ക്. ഇങ്ങനത്തെ നോക്കി ഒരു 2-3 ആൾ പൊക്കത്തിലാണ് ഈ കാട് വളർന്നത്. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇതുകൊണ്ട് അവിടെ ഒരു വീടതാ, കാട് പിടിച്ചെടുക്കാൻ നോക്കിയേ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഫസ്റ്റ് വീട് കണ്ടോ, അതാ അവിടെ നോക്കിയേ. എൻ്റെ ദൈവമേ, ഇവിടുന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരു വീടാണ്. ഞാൻ ലൈറ്റാണ് ഉപയോഗിക്കുന്നത്, ടോർച്ച്. കാരണം ആൾക്കാർ ശ്രദ്ധിക്കും. ഇപ്പം ടൈം എന്ന് പറഞ്ഞാൽ 10:45 അങ്ങോട്ടായിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ വീടാ. എൻ്റെ ദൈവമേ,
നോക്കി എത്ര ആയിട്ടില്ല പുല്ല് മുളച്ച് നിൽക്കുന്നറിയാം. എൻ്റെ അമ്മേ, ഇത് കണ്ടോ രണ്ടാമത്തെ വീട്. കണ്ടോ ഒരു വീട് നോക്കി ആകെ പുല്ല് മുളച്ച് ആൾ താമസമില്ലാണ്ട് കിടക്കുന്നു. നോക്കി എൻ്റെ അമ്മേ, ഇത് കണ്ടോ. പക്ഷേ ഇവിടെ ഉള്ള ഡ്രസ്സ് ഇവിടെ അലക്കിയിട്ട് വന്നുള്ളൂ. പക്ഷേ ആൾ താമസമില്ല. ഡോറൊക്കെ തുറന്നു കിടക്കുന്നു. കണ്ടോ കാട് പിടിച്ചു. ഇനി ഏറ്റവും മേലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതായത് മരണങ്ങൾ നടന്ന ആ സ്ഥലത്തേക്ക്, ആ ഒരു വീട്ടിലേക്ക്. എത്ര കുടുംബങ്ങൾ താമസിച്ച് വരുന്നല്ലേ ഇവിടെയൊക്കെ. നല്ല പതുക്കെ പോകണം, നല്ല ശ്രദ്ധിച്ച്, താഴെയൊക്കെ നല്ല ശ്രദ്ധിക്കണം, അല്ലാതെ എന്താ പണി കിട്ടും. ഇത് കണ്ടോ എൻ്റെ അമ്മേ, നോക്കി എൻ്റെ അമ്മ. ഇത് നോക്കുക, ഒരു വീടത്, ആ തൊട്ടടുത്തൊരു വീട് നോക്കി. എൻ്റെ ദൈവമേ, കാടാണ് മൊത്തം. എൻ്റെ അമ്മേ, ഇത് നോക്കിയൊരു വീട്. എൻ്റെ ദൈവമേ, നോക്കി ഡോർ തുറന്നിരിക്കുന്നത്. എൻ്റെ അമ്മ, ഞാൻ ഫസ്റ്റ് ഒന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ എവിടെയും പോയി എന്തെങ്കിലും ഇഴജന്തുക്കൾ ഉണ്ടാകാൻ ചാൻസ് കൊടുത്തത്. അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ. ഇവിടെയാണ് കറണ്ട് കണക്ഷൻ വരുന്നത്. ഇത് കണ്ടോ, ഡോർ പാതി തുറന്നെടുക്കുന്നു. എൻ്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. പന്നിയുണ്ടോ, തേങ്ങ പൊടിച്ചിട്ടാ ഇതൊക്കെ പന്നി ചെയ്യുന്ന. അപ്പം അത്രയും നോക്കി. എൻ്റെ അമ്മേ, ഇത്രയും ഭാഗത്തുനിന്ന് മണ്ണെടുത്തിട്ടാണ് വീടുണ്ടാക്കിയത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ കട്ടയാട്ടോ. മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടാത്. അവിടെയൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. ഇത് കണ്ടോ, ഈ വീടിൻ്റെ അവസ്ഥ നോക്കിയാൽ എത്ര കാട് പൊതിഞ്ഞു കിടക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോകട്ടോ. ആ വീട് ഞാൻ കാണിച്ചുതരാം. അതുപോലെ തന്നെ അതാ അവിടെ ഒരു വീട്. അപ്പോൾ നമ്മൾ താഴെ നീണ്ടില്ലേ, താഴെ നീണ്ട് അതിൻ്റെ ഇത് കണ്ടോ, ഈ വീട്. അപ്പോൾ 3, 4ാമത്തെ അവിടെ ഉണ്ട് കണ്ടോ. അവിടെ ഇവിടെ നോക്കിയാൽ കാണാൻ. ഞാൻ അപ്പുറത്തും കാണിച്ചുതരാം. കറണ്ടില്ലാത്തതുകൊണ്ട് ഈ പ്രദേശം ഒന്നും കറണ്ടില്ല. എല്ലായിടത്തും വയറിങ് ചെയ്താണ്, പക്ഷേ എല്ലാം ഉപയോഗിച്ച ആൾക്കാർ പോയതാണ്. അപ്പോൾ അവിടെ എന്തോ സൗണ്ട് കേൾക്കുമ്പോൾ, അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി നോക്കട്ടെ. ദൈവമേ, തുറക്കുന്നില്ലല്ലോ. ഹലോ,
എല്ലാം ഡോറും തുറന്നെടുത്തേക്കോ. നോക്കി ഒരു വീടിൻ്റെ അവസ്ഥ അപ്പാടെ ഇട്ടിട്ട് പോയതാട്ടോ. അങ്ങനെ തന്നെ എല്ലാ സാധനവും, എല്ലാ സംവിധാനവും, സൗകര്യങ്ങളും എല്ലാം ഉള്ള വീടുകളും സ്ഥലങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടായിട്ട് ആണ് ആൾക്കാർ ഇവിടെ ഇട്ടിട്ട് പോയത്. കണ്ടോ മാറാതെ പിടിച്ച എന്താ ദൈവമേ, ഇത്രയും സൗകര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഇവിടുന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകാൻ കാരണം എന്താ പറയുക, അങ്ങനത്തെ ഒരു മനുഷ്യ ശക്തി ഈ പ്രദേശത്ത് ബുദ്ധിമുട്ട് ഇവരൊക്കെ തന്നെ ബുദ്ധിമുട്ടിച്ച്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഒഴിഞ്ഞു പോയത്. ഇത് കണ്ടോ ഒരടുക്കളയാണത്. എന്തെല്ലാം സാധനങ്ങളാ, ടി വി ഇതാ, എന്തെല്ലാം സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. എൻ്റെ ദൈവമേ, ഇതുകൊണ്ട് ഫോണ്, പണ്ടത്തെ ഫോണ് ഇതുണ്ടോ, ഫോണാണ്. ഇതുണ്ടോ ഫോൺ. ഞാൻ പേടിച്ചു, പാമ്പാന്ന് വിചാരിച്ചു. നോക്കിയ കറണ്ടിൻ്റെ അടുപ്പ്. 3-4 വർഷമായിട്ട് ഇവിടെ ആൾ താമസമില്ലട്ടോ. ഇത് കണ്ടോ. ഇനി റൂം കൂടെ ഉണ്ടേ. ഇതെന്താ, ഇവിടെ നിന്ന് സാധനങ്ങൾ മേലെ നമ്മൾ തൊടാൻ പാടില്ല, പക്ഷെ ഞാൻ തൊട്ട് പോവാണ്. എന്താ അറിയില്ല. ഈ റൂമുണ്ടോ, നോക്കിയേ, ഇത് കറണ്ട് ഉണ്ടോന്ന് അറിയില്ല, ആകെ ഇടിഞ്ഞ പൊളിഞ്ഞുണ്ട്. ആടുന്നുണ്ടല്ലോ. ഇത് ബാത്റൂം. കണ്ണാടി ഇതുണ്ടോ, നല്ല അടിപൊളി ഒരു ബാത്റൂം. എൻ്റെ ദൈവമേ, ഇതൊക്കെ ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള സ്ഥലം ഇട്ടിട്ട് പോകാൻ കാരണം അത്രയ്ക്കും ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ പോകാൻ കാരണം കേട്ടോ. എൻ്റെ അമ്മ, എന്തോ ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ട് ഇവിടെ, ഭയങ്കരമായിട്ട് മണക്കുന്നുണ്ട് എന്തോ. ഭയങ്കര സ്മെല്ലുണ്ടല്ലോ. ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ട്. നോക്കി ഒരു അലമാരുള്ള റൂം. എൻ്റെ അമ്മ, ഇത് കണ്ടോ, എന്താ സൗണ്ട് കേട്ടോ. എൻ്റെ ദൈവം, എന്താ അതിൻ്റെ സൗണ്ട്. സൗണ്ട് കേട്ടോ, സൗണ്ട് കേട്ടോ. സൗണ്ട് കേട്ടോ. ആ കാല് മുറിച്ചു, ആ കാലെന്തോ കൊണ്ടു. എൻ്റെ ദൈവം, കാല് കൊണ്ട് മുറിഞ്ഞു. അതിൻ്റെ ടൈലിൻ്റെ പീസാണത്. ഇത് കണ്ടോ, ഭയങ്കരമായി മുറി വന്നു.
നല്ല രക്തം പോകുന്നു. അമ്മോ, പാല് വരെ കയറിപ്പോയി ആ ടയറിന്റെ മൂലയ്ക്ക് കത്തി. അയ്യോ, എൻ്റെ അമ്മേ. എന്താ തട്ടിയത്? ഒരു തുണി വെച്ച് കെട്ടണം. അയ്യോ വയ്യ. തുണി ഇരിക്കട്ടെ. തുണി വെച്ച് കെട്ടട്ടെ. ഇന്നൊരു പീസ് എടുക്കാം. ഗൈസ്, ഇനി എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഇവിടെ ഇരിക്കുക റൂമിൽ. ഇതാ കണ്ടോ, നല്ല ബ്ലഡ് പോകുന്നുണ്ട്. ഈ വീഡിയോയിൽ ബ്ലഡ് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് കണ്ടതാ, നല്ല പോയി നടന്നു വന്ന് ഇതല്ലോ, നല്ല മുറിവാണ്. കാണാൻ തോന്നില്ല, നല്ല വേദനയുണ്ട്. അയ്യോ, ഒരു തുണി വെച്ച് കെട്ടാ. ഒരു പഴയ തുണി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദൈവമേ, എന്തോ സൗണ്ട് കേൾക്കണ്ടേ. എന്തോ സൗണ്ട് പറഞ്ഞു കേട്ടോ. ആരതെ? കുലുങ്ങുന്നുണ്ടല്ലോ. ഇപ്പൊ കുലി 2-3 വട്ടം കുലുങ്ങി. ഈ റൂം മൊത്തം കുലുങ്ങുന്നു. ഈ ഡോറ്